കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവരുടെയും ആഗ്രഹമാണ് അഭിവൃദ്ധി, ഉന്നതി, ധനലാഭം, ഉദ്ദിഷ്ട കാര്യസിദ്ധി, ഉയർച്ച, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും വേഗം നമ്മുടെ കൈക്കുമ്പിളിലെത്തുക. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളല്ലേ? ഇതൊക്കെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും കാണുമോ? ഇല്ല. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരന്തരം ജീവിക്കാനായിട്ട്, നല്ല രീതിയിൽ പ്രയത്നിക്കാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ആഗ്രഹങ്ങൾ, അല്ലേ? ഓരോന്നും സാധിച്ചെടുക്കാൻ നമ്മൾ ഓരോന്നും ചെയ്യത്തില്ല. ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഇപ്പോൾ ആൾക്കാരെന്തിനാ വിദേശത്തൊക്കെ കിടക്കുന്ന എന്തിനാ? ജോലിക്ക് പോകുന്നത് എന്തിനാ? വീട്ടുകാരെ സംരക്ഷിക്കാൻ, സാമ്പത്തികം ഉണ്ടാകാൻ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ, സുഖസൗകര്യങ്ങളോടെ ജീവിക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും ഉദ്ദേശിച്ചല്ലേ? അപ്പം നമുക്ക് നിരന്തരമായിട്ട് ഇതിൽ വലുതായിട്ട് പ്രയത്നിക്കാതെ ചെറിയ രീതിയിലൊക്കെ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമുക്ക് ഈ അഭിവൃദ്ധി ഭാഗ്യം ഒക്കെ ഉണ്ടാകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പം ആ നാളുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, രോഹിണി, മകയിരം, പുണർതം, പൂരം, ചിത്തിര, വിശാഖം, അനിഴം, അവിട്ടം, രേവതി. ഈ നക്ഷത്രക്കാർ ചെറിയ രീതിയിലായാലും വലിയ രീതിയിലും വേണമെന്നില്ല, ചെറിയ രീതിയിൽ ചെറുവല്ല എന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ബിസിനസ്സിലായിരിക്കും, നമ്മൾ ഊഹക്കച്ചവടത്തിലൂടെ ഒക്കെ വിജയിക്കാൻ പറ്റുന്ന നക്ഷത്രക്കാരവരൊക്കെ ചെറിയ രീതിയിൽ ഊഹത്തോടെ ചെറിയ ഇന്നടത്ത് ഇന്ന കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ അത് തുടർച്ചയായിട്ട് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ചെറിയ രീതിയിലൊരു കാര്യം മുടക്കിയാൽ മതി, പക്ഷെ അവർക്ക് വലിയ രീതിയിൽ ലാഭമായിരിക്കും ഉണ്ടാകുന്നത്. തുടർച്ചയായിട്ട് അതുപോലെ അഭിവൃദ്ധികൾ അപ്രതീക്ഷിതം. നമ്മളിപ്പോൾ ഒരു സാധനം കാശ് കൊടുത്ത് വില കൊടുത്ത് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുക, സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയൊക്കെ ഭാഗത്ത് നിന്ന് അത് ഗിഫ്റ്റായിട്ട് കിട്ടാം. അത് അഭിവൃദ്ധിപ്പെടുന്ന കാര്യമാണ്. ഒരു ജോലി നമ്മൾ അങ്ങോട്ട് കയറി കുറച്ചാൾ നിന്ന് അവിടെ ക്ലച്ച് പിടിച്ച് അവിടെ നല്ല രീതിയിൽ നിന്ന് അങ്ങോട്ട് വിജയിച്ച് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അതിനെക്കാട്ടിലും ബെനിഫിറ്റുള്ള, അതിനെക്കാട്ടിലും കൂടുതൽ സാഹചര്യങ്ങളൊക്കെ ഉള്ള, അതിനെക്കാട്ടിലും ശമ്പളമൊക്കെ ഉള്ള വേറെ നല്ല ജോലി വരിക. അപ്പോൾ അതിലോട്ട് കയറിപ്പോൾ അതും അഭിവൃദ്ധിപ്പെടുന്ന. ഇപ്പം പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ ജോലി കിട്ടുക, അതും അഭിവൃദ്ധിയുടെ സൂചനകളാണ്. നിധി കിട്ടുക, ലോട്ടറി അടിക്കുക, കിട്ടാത്ത കടങ്ങൾ തിരിച്ച് കിട്ടുക, ഒരിക്കലും നമുക്ക് പ്രതീക്ഷയില്ലാതെ സ്വത്തുക്കൾ കിട്ടുക. ചിലപ്പോൾ ബന്ധുക്കളാരെങ്കിലും മക്കളില്ലാത്തവരുണ്ടാവും, അവരുടെയൊക്കെ സ്വത്തുക്കളൊക്കെ കിട്ടുക, കേസ് വഴക്കുകൾ, തർക്കത്ത് നിൽക്കുന്ന ഭൂമികളൊക്കെ കിട്ടുക. അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അഭിവൃദ്ധി പറയാം. ഇപ്പം ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ആളുകാർക്കും വരാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൂറ് ബേസ്ഡായിട്ട് പറഞ്ഞേക്കുന്ന നക്ഷത്രങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണമെങ്കിൽ, ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഗ്രഹനിലയം കൂടെ നോക്കേണ്ടി വരും. അഭിവൃദ്ധി കൊണ്ട് വ്യാഴത്തിനെയും ആദത്തിനെയും ചന്ദ്രനെയും കൊണ്ട് പറയാം, പക്ഷേ ഈ ഗ്രഹങ്ങൾ നമ്മുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്താണോ എന്ന് നോക്കണം. ശുഭസ്ഥാനത്തല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ ശുഭസ്ഥാനത്താക്കുന്നതിന്, ബലവാനാക്കുന്നതിന്, ബലപ്പെടുത്തുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ അഭിവൃദ്ധി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ് ഫലപ്രവചനം നടത്തി 2 മാസം 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഏതെങ്കിലും ഉത്തമനായൊരു ജ്യോതിഷനെ കണ്ടിട്ട് ഇപ്പം എനിക്ക് അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, അഭിവൃദ്ധി ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ കാണുന്നില്ല, എന്നാലും നമ്മളെ പ്രവചനത്തിന് ശേഷം കുറച്ചൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ ജാതകമൊക്കെ പരിശോധിക്കുന്ന നന്നായിരിക്കും. ബാക്കിയുള്ള നക്ഷത്രക്കാർക്കും ജാതക പരിശോധനയുടെ ദോഷങ്ങളെ മാറ്റി ഈ അഭിവൃദ്ധി നേടിയെടുക്കാവുന്നുള്ളേ ഉള്ളൂ. അതിനായി നിത്യമുള്ള പ്രാർത്ഥനകൾ, ഈശ്വര വിചാരം, ഗുരുകാരണവന്മാരെ, അതിനെക്കാട്ടി മുതിർന്നവരെയൊക്കെ ബഹുമാനിക്കുക തുടങ്ങിയ അനുഷ്ഠാനങ്ങളുടെ, ആചാരങ്ങളുടെ, ദിനചര്യയോടെ ഇപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായാലും അഭിവൃദ്ധിയായാലും ഒക്കെ നേടിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. ഒട്ടും വിഷമിക്കാനൊന്നുമില്ല. ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.